വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് PSC പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരങ്ങളുമാണ് കേട്ടോ. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ നമുക്ക് ആദ്യത്തെ ചോദ്യം ഇതാണ്. IRS എന്നത് IRS എന്ന് പറയുന്നത് ഏത് തരം ഉപഗ്രഹത്തിന് ഉദാഹരണമാണ്? ഏത് തരം ഉപഗ്രഹത്തിന് ഉദാഹരണമാണ് IRS? എന്തിനാണെന്നറിയാമോ നിങ്ങൾക്ക്? സൗര സ്ഥിര ഉപഗ്രഹത്തിന് ഉദാഹരണമാണ്. IRS എന്ന് പറയുന്നത് ഒരു സൗര സ്ഥിര ഉപഗ്രഹമാണ്. IRS എന്നത് എന്താണ്? ഒരു സൗരസ്ഥിര ഉപഗ്രഹമാണ്. അടുത്തത് ജില്ലാ റോഡുകൾ. ജില്ലാ റോഡുകള് കേട്ടോ. ജില്ലാ റോഡുകൾ നിർമ്മിക്കുന്നത് അതുപോലെ തന്നെ പരിപാലിക്കുന്നത് എന്താണ്? ജില്ലാ റോഡുകള് നിർമ്മിക്കുന്നതും പരിപാലിക്കുന്നതും ജില്ലാ റോഡുകൾ നിർമ്മിക്കുന്നതും പരിപാലിക്കുന്നതും ആരാണ് എന്നാണ് ചോദ്യം. അപ്പൊ ജില്ലാ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും നടത്തുന്നത് ജില്ലാ പഞ്ചായത്താണ്. ജില്ലാ റോഡുകളുടെ നിർമ്മാണം അതുപോലെ തന്നെ അതിന്റെ പരിപാലനം നടത്തുന്നത് ജില്ലാ പഞ്ചായത്താണ്. അടുത്തത് ഒരു ധരാതലീയ ഭൂപടത്തിൽ ധരാതലീയ ഭൂപടം, ആ ഭൂപടത്തിൽ തരിശുഭൂമിയെ ചിത്രീകരിക്കാൻ ഏത് കളറാണ് ഉപയോഗിക്കുന്നത്? തരിശുഭൂമിയെ ചിത്രീകരിക്കാൻ വെള്ള കളറാണ് ഉപയോഗിക്കുന്നത്. ഒരു ധരാതലീയ ഭൂപടത്തിൽ തരിശുഭൂമിയെ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? വെള്ള കളറാണ്. അടുത്തത് വചന സാഹിത്യം എന്ന് പറയുന്നത് ഏതു ഭാഷയിലെ സാഹിത്യ രൂപമാണ്? വചന സാഹിത്യം എന്ന് പറയുന്നത് കന്നഡ ഭാഷയിലെ സാഹിത്യ രൂപമാണ്. അപ്പൊ കന്നഡ ഭാഷയിലെ സാഹിത്യ രൂപമാണ് ഏത്? വചന സാഹിത്യം എന്ന് പറയുന്നത്. അടുത്തത് തഡോബ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? തഡോബ നാഷണൽ പാർക്ക് മഹാരാഷ്ട്രയിലാണ്. അടുത്തത് ഇന്ത്യൻ വാർത്താവിനിമയ വിപ്ലവത്തിന്റെ പിതാവാരാണ്? ഇന്ത്യൻ വാർത്താവിനിമയ വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? സാം പിത്രോഡയാണ്. ആരാണ്? സാം പിത്രോഡ. ഇന്ത്യൻ വാർത്താവിനിമയ വിപ്ലവത്തിന്റെ പിതാവ് സാം പിത്രോഡയാണ്. അടുത്തത് കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചിയിലാണ്. കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചിയിലാണ്. അടുത്ത ചോദ്യം, 1907 നടന്ന റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ നൽകിയ മലയാള പത്രം ഏതാണ്? 1907 നടന്ന റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ നൽകിയ മലയാള പത്രം ഏതാണ്? മിതവാദി പത്രമാണ്. ഏതാണ്? മിതവാദി പത്രം. റഷ്യൻ വിപ്ലവത്തിന് മിതവാദി പത്രം പിന്തുണ നൽകി. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പ്രക്ഷോഭം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പ്രക്ഷോഭം ഏതാണ്? ചാന്നാർ ലഹളയാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പ്രക്ഷോഭം ചാന്നാർ ലഹളയാണ്. അടുത്ത ചോദ്യം, ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ ഗവർണർ ആയ ശേഷം ഇന്ത്യയുടെ പ്രസിഡന്റ് ആയത് ആരാണ്? ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ ഗവർണർ ആയ ശേഷം ഇന്ത്യയുടെ പ്രസിഡന്റ് ആയത് ആരാണ്?
ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആയതിനു ശേഷം ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ ഗവർണർ ആയതിനു ശേഷം ഇന്ത്യയുടെ പ്രസിഡന്റ് ആയത് ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. അടുത്ത ചോദ്യം ഇതാണ്, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് ആണ്. അടുത്തത്, നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എന്താണ്? നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡ്. നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡ് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. എവിടെയാണ്? ഹൈദരാബാദിലാണ്. 1920 നാഗ്പൂരിൽ നടന്ന INC സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? അതിന്റെ അധ്യക്ഷൻ വിജയ രാഘവ ആചാര്യാണ്. വിജയ രാഘവ ആചാരി. 1920 നാഗ്പൂർ INCയുടെ അധ്യക്ഷൻ വിജയരാഘവ ആചാര്യാണ്. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമ എന്നറിയപ്പെടുന്നത് ബാലനാണ്. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമ ബാലനാണ്. മഹാത്മാഗാന്ധി ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ചത് എവിടെയാണ്? മഹാത്മാഗാന്ധി ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ചത് ജോഹന്നാസ്ബർഗിലാണ്. മഹാത്മാഗാന്ധി ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ചത് ജോഹന്നാസ്ബർഗിലാണ്. അടുത്തത്, 19-ാം നൂറ്റാണ്ടിന്റെ സാമൂഹിക അനാചാരങ്ങൾ പ്രമേയമാക്കി സരസ്വതി വിജയം എന്ന നോവൽ രചിച്ചത് ആരാണ്? 19-ാം നൂറ്റാണ്ടിന്റെ സാമൂഹിക അനാചാരങ്ങൾ പ്രമേയമാക്കി സരസ്വതി വിജയം എന്ന നോവൽ രചിച്ചത് ആരാണ്? പോത്തേരി കുഞ്ഞമ്പു ആണ്. ആരാണ് അദ്ദേഹം? പോത്തേരി കുഞ്ഞമ്പു. അപ്പൊ പോത്തേരി കുഞ്ഞമ്പുവിന്റെയാണ് സരസ്വതി വിജയം എന്ന് പറയുന്ന നോവല്. ബേർഡ്സ് ഓഫ് കേരള എന്ന് പറയുന്നത് ബേർഡ്സ് ഓഫ് കേരള എന്നത് ആരുടെ കൃതിയാണ്? ഡോക്ടർ സലിം അലിയുടെ കൃതിയാണ് ബേർഡ്സ് ഓഫ് കേരള എന്നത്. ലിമ എന്നത് എന്താണ്? ലിമ എന്നത് ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ്? പെറുവിന്റെ തലസ്ഥാനമാണ് ലിമ. അടുത്തത്, ദർശനമാല എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് ദർശനമാല എന്ന കൃതി രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. അടുത്തത്, ഹരിത കേരള മിഷൻ എന്നാണ് ഉദ്ഘാടനം ചെയ്തത്? ഹരിത കേരള മിഷന്റെ ഉദ്ഘാടനം നടന്ന വർഷം 2016 ആണ്. ഹരിത കേരള മിഷൻ ഉദ്ഘാടനം ചെയ്ത വർഷം 2016. അടുത്തത്, ഇരുട്ടിനോട് പേടി. എന്താണ്? ഇരുട്ടിനോട് പേടിക്ക് മനഃശാസ്ത്രത്തിൽ പറയുന്ന പേര് എന്താണ്? അച്ചുലോഫോബിയ. എന്താ വിളിക്കുക? അച്ചുലോഫോബിയ എന്നതാണ് ഇരുട്ടിനോടുള്ള പേടിക്ക് എന്തിൽ വിളിക്കുന്നത്? മനഃശാസ്ത്രത്തിൽ വിളിക്കുന്ന പേര്. അടുത്തത്, മഹാറാണ പ്രതാപ് സാഗർ ഡാം. മഹാറാണ പ്രതാപ് സാഗർ എന്ന് പറയുന്ന ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ബിയാസ് നദിയിലാണ്. ഏത് നദിയിലാണ്? ബിയാസ് എന്ന് പറയുന്ന നദിയിലാണ്. ആര്യ സമാജ് എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? ലാലാ ലജപത് റായ് ആണ്. ആര്യ സമാജ് എന്ന് പറയുന്ന പുസ്തകം രചിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി കമ്മീഷനെ നിയമിച്ചത് ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി കമ്മീഷനെ നിയമിച്ചത്
കേഴ്സൺ പ്രഭുവാണ്. ഏത് വൈസ്രോയിയാണ്? കേഴ്സൺ പ്രഭുവാണ് നിയമിച്ചത്. അടുത്ത ചോദ്യം, നാസയുടെ പേടകമായ ന്യൂ ഹൊറൈസൺ ന്യൂ ഹൊറൈസൺ എന്തിനെ കുറിച്ചുള്ള പഠനത്തിന് വേണ്ടി വിക്ഷേപിച്ചതാണ്? പ്ലൂട്ടോയെ കുറിച്ചുള്ള പഠനത്തിനായി വിക്ഷേപിച്ചതാണ് നാസയുടെ പേടകമായ ന്യൂ ഹൊറൈസൺ. അവയവ ദാനം ചെയ്യുന്നതിന് വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? അവയവദാനം ചെയ്യാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം 18 വയസ്സ് ആണ്. എത്രയാണ്? 18 വയസ്സ്. കേരളത്തിൽ ആദ്യമായി മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നത് എന്നാണ്? 1960. കേരളത്തിൽ ആദ്യമായി മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നത് 1960. ചൈൽഡ് ലൈൻ സ്ഥാപിച്ച വ്യക്തി ആരാണ്? ചൈൽഡ് ലൈൻ സ്ഥാപിച്ച വ്യക്തി ജീറോ ബില്ലി മോറി ട്ടോ. ചൈൽഡ് ലൈൻ സ്ഥാപിച്ചത് ജീറോ ബില്ലി മോറിയാണ്. കാറ്റിലൂടെ എന്താണ്? കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രതിഭാസത്തെ എന്ത് വിളിക്കുന്നു? അഭിവഹനം. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രതിഭാസത്തെ അഭിവഹനം. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രതിഭാസത്തെ അഭിവഹനം എന്ന് വിളിക്കുന്നു. തൃശൂർ ജില്ലയിൽ കോട്ടപ്പുറം എന്ന് പറയുന്ന കോട്ടയുണ്ട്. ആ കോട്ട നിർമ്മിച്ചത് ആരാണ്? അത് നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. തൃശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. അടുത്തത്, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് സ്ഥാപിച്ചു? ഫ്രഞ്ചുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം 1664. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664. അടുത്തത്, വാരണാസി ഏത് നദിയുടെ തീരത്താണ്? ഗംഗയുടെ തീരത്താണ്. വാരണാസി ഗംഗയുടെ തീരത്താണ്. അടുത്തത്, ഹഗിയ സോഫിയ സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? ഹക്കിയ സോഫിയ സ്ഥിതി ചെയ്യുന്നത് തുർക്കിയിലാണ്. ഹക്കിയ സോഫിയ സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? തുർക്കിയിലാണ്. മലബാർ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ഏത് നൂറ്റാണ്ടിലാണ്? മലബാർ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് 19-ാം നൂറ്റാണ്ടിലാണ്. 19-ാമത്തെ നൂറ്റാണ്ടിലാണ്. അടുത്തത്, സാന്താൾ കലാപത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന എലിമെന്ററി ആസ്പെക്ട് ഓഫ് പെസന്റ് ഇൻസർജൻസി എന്ന കൃതി രചിച്ചത് ആരാണ്? റാണ ജിത്ത് ഗുഹ. എന്താണ്? സാന്താൾ കലാപത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന എലിമെന്ററി ആസ്പെക്ട്സ് ഓഫ് പെസന്റ് ഇൻസർജൻസി എന്ന കൃതി രചിച്ചത് റാണ ജിത്ത് ഗുഹയാണ്. ആനി ബെസന്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത് എന്നാണ്? ആനി ബെസന്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത് 1893-ലാണ്. 1893-ലാണ്. 90 ഡിഗ്രി തെക്കൻ അക്ഷാംശം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? 90 ഡിഗ്രി തെക്കൻ അക്ഷാംശം എന്ന് പറയുന്നത് ദക്ഷിണ ധ്രുവമാണ്. എന്താണ്? ദക്ഷിണ ധ്രുവം. 90 ഡിഗ്രി തെക്കൻ അക്ഷാംശത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? ദക്ഷിണ ധ്രുവം എന്ന് വിളിക്കുന്നു.
പാർലമെന്റിൽ നടത്തുന്ന സംയുക്ത സമ്മേളനം, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ലോക്സഭയിലെ സ്പീക്കറാണ്. ലോക്സഭാ സ്പീക്കറാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ആരാണ്? ലോക്സഭാ സ്പീക്കറാണ്. സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ, സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന കൃതി രചിച്ചത് ആരാണ്? ആൽഫ്രഡ് മാർഷൽ ആണ്. ആരാണ്? ആൽഫ്രഡ് മാർഷലിന്റെ കൃതിയാണ് സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ. ആരുടെയാണ്? ആൽഫ്രഡ് മാർഷലിന്റെ കൃതിയാണ് സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ. ആരുടെ കൃതിയാണ്? ആൽഫ്രഡ് മാർഷലിന്റെ കൃതി. മൂലധനം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? മൂലധനം എന്ന കൃതി രചിച്ചത് ആരാണ്? കാൾ മാർക്സ് ആണ്. മൂലധനം എന്ന കൃതി രചിച്ചത് ആരാണ്? കാൾ മാർക്സ് ആണ്. അടുത്ത ചോദ്യം, കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പലപ്പോഴും റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. കുടിവെള്ളത്തിനായി കാസർഗോഡ് ദക്ഷിണ കാനഡ ജില്ലകളിലുള്ളവർ, കാസർഗോഡ് ദക്ഷിണ കാനഡ ജില്ലകളിൽ ഉള്ളവർ, ദക്ഷിണ കാനഡ ജില്ലകളിലുള്ളവർ ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? സുരംഗക്കിണറാണ്. എന്താണ്? സുരംഗക്കിണർ. കുടിവെള്ളത്തിന് കാസർഗോഡ് ദക്ഷിണ കാനഡ ജില്ലകളിലുള്ളവർ ഉപയോഗിക്കുന്ന മാർഗം, ഏത് മാർഗമാണ് അവർ ഉപയോഗിക്കുന്നത്? സുരംഗക്കിണറാണ് അവർ ഉപയോഗിക്കുന്നത്. നമ്മുടെ നാഷണൽ ഫ്ലാഗിന്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? 3:2. ഫ്ലാഗിന്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2. മൗലിക കർത്തവ്യങ്ങൾ എത്ര എണ്ണമുണ്ട്? മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം 11 മൗലിക കർത്തവ്യങ്ങൾ എത്രയാണ്? 11 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത്. ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയത് എന്നാണ്? ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയത് 1940 ജൂലൈ മാസം 31 ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയത് 1940 ജൂലൈ മാസം 31 ഹാൽഡിയ എന്ന് പറയുന്ന തുറമുഖം ഏത് സംസ്ഥാനത്താണ്? ഹാൽഡിയ തുറമുഖം വെസ്റ്റ് ബംഗാളിലാണ്. ഹാൽഡിയ തുറമുഖം എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. ഹാൽഡിയ തുറമുഖം വെസ്റ്റ് ബംഗാളിലാണ്. നിവർത്തന പ്രക്ഷോഭത്തിന്റെ മുഖപത്രം ഏതാണ്? നിവർത്തന പ്രക്ഷോഭത്തിന്റെ മുഖപത്രം കേരള കേസരിയാണ്. നിവർത്തന പ്രക്ഷോഭത്തിന്റെ മുഖപത്രം ഏതാണ്? കേരള കേസരിയാണ് നിവർത്തന പ്രക്ഷോഭത്തിന്റെ മുഖപത്രം എന്ന് അറിയപ്പെടുന്നത്. ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? റേച്ചൽ കേഴ്സൺ. ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് റേച്ചൽ കേഴ്സൺ. ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് റേച്ചൽ കേഴ്സൺ ആണ്. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്നത് ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ്? ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ് ആണ്. ഏതാണ്? അരുണാചൽ പ്രദേശ് ആണ്. അരുണാചൽ പ്രദേശ് ആണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. അതിന്റെ ഗൗരവത്തോടുകൂടി പഠിക്കുക. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് പോലെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. എല്ലാവരും പഠിച്ചു മുന്നേറുക. SCERTയുടെ പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങി. ഇന്ന് നമ്മൾ 5:59 SCERT നമ്മൾ
എന്താ പറയാ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കാണാട്ടോ. 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ്, ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പോർച്ചുഗീസുകാര് അങ്ങനെയുള്ള വിദേശികൾ ഇന്ത്യയിലേക്ക് വന്നതും ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം, കുറച്ച് ഗോത്ര കലാപത്തെ കുറിച്ചൊക്കെയാണ് ആ ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഭംഗിയായിട്ട് വായിച്ചു കേൾക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ടീച്ചർ ക്ലാസ് ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.